എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ അവഗണിച്ചു പോയ വ്യക്തി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ ഓർമ്മിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ പൈലായ സൂര്യൻ, ഈ സൂര്യനെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച്, നിങ്ങൾ ഒരുപാട് കരുതൽ നൽകി പരിഗണിച്ചൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി. പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടാതെ ആ വ്യക്തി കടന്നുപോയി. ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം. പിന്നീട് എപ്പോഴോ ചില ആളുകളുടെ ഇടപെടലുകളാകാം, ചില സാഹചര്യങ്ങളാകാം, നിങ്ങൾ സ്നേഹിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ കടന്നുപോയി. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ദുഃഖമായിട്ട് മാറി. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ദുഃഖമായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്തു. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ദുഃഖമുണ്ടായി. ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് എന്നെ ആ വ്യക്തി സ്നേഹിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിക്കുകയുണ്ടായി. തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വന്നു. ചില സാഹചര്യങ്ങൾ നിങ്ങളോട് ദേഷ്യമുള്ള ആളുകൾ മുതലെടുക്കുകയും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കി മാറ്റാൻ അവർ ഉദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയും രണ്ടായി മാറിയപ്പോൾ അത് വലിയൊരു ദുഃഖമായിട്ട് നിങ്ങൾക്ക് മാറി. അകൽച്ച അവിടെ ഹൃദയത്തിലുണ്ടായി. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും രണ്ട് രീതിയിലേക്ക് മാറിപ്പോകാനും അത് കാരണമായി. നിങ്ങളെപ്പോഴും ക്ഷമിക്കാനും ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കാനും ആഗ്രഹിച്ചു. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായില്ല. ആ വ്യക്തി നിങ്ങൾ എത്രത്തോളം അടുത്തേക്ക് പോകാൻ ശ്രമിച്ചോ അത്രത്തോളം ദൂരേക്ക് പോകാനായിട്ട് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുണ്ടായി. അത് നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന രീതിയിലായിരുന്നു. അത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വേർപിരിയുന്ന അല്ലെങ്കിൽ ആയി പോകുന്ന ഒരവസ്ഥയിലേക്കെത്തി. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമം സമ്മാനിച്ചുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കും. ഇരുളടഞ്ഞ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ അതൊരു സൂര്യപ്രകാശമായിട്ട് ജ്വലിച്ചു നിൽക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വരികയും ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളുകയും ആ വ്യക്തിയുടെ ഇനിയുള്ള പെരുമാറ്റങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. കൃത്യമായി നിങ്ങൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാനും കഴിയും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ സൂര്യനെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗാണ്. ഒരുപാട് സ്നേഹം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരുന്നു. നിങ്ങളെന്നും കരുതിയിരുന്നത് ആ സ്നേഹം അതുപോലെ കടന്നു പോകുമെന്നായിരുന്നു. പക്ഷേ ഇടയിൽ വെച്ച് ചില പ്രതിസന്ധികളുണ്ടായി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരിക്കും നിങ്ങൾ തമ്മിൽ ഇത്രമേലൊരകൽച്ച ഇത്രയും കൂടിയതിന് ശേഷം, ഇത്രയും അടുത്തതിന് ശേഷം ഉണ്ടാകുമെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യമായി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകൽച്ചയുണ്ടായി. ആരൊക്കെയോ കാരണമാകാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാകാം. പക്ഷേ അകൽച്ച അവിടെ ഒരു യാഥാർത്ഥ്യമായി മാറി. ആ അകൽച്ച നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. എങ്ങനെ അകൽച്ച ഉണ്ടായി എന്നുള്ളത് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിലവിൽ അകന്നിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ്, നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ആ അകൽച്ച. ഓരോ ദിനവും അകന്നകന്നു പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമായി. എങ്ങനെ ഇത്ര അകന്നുപോയി, എങ്ങനെ ഇത് സംഭവിച്ചു? മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം പരസ്പരം വാരിക്കൊടുക്കാനും ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകൾ തമ്മിൽ അകന്നപ്പോൾ അതൊരു വല്ലാത്ത അകൽച്ചയായിട്ട് മാറി. എങ്ങനെ ഈ അകൽച്ചയെ ഉൾക്കൊള്ളും എന്നായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം.
അത്രത്തോളം മനോവിഷമം ആ അകൽച്ചയ്ക്കുള്ളിൽ നിങ്ങൾക്കുണ്ടായി. അകൽച്ചകൾ അങ്ങനെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമായി. എങ്ങനെ ഈ അകൽച്ചയെ മറികടക്കും, എങ്ങനെ ഈ അകൽച്ചയെ ഇല്ലാതാക്കും? അത്രത്തോളം ഹൃദയത്തിൽ വേദന സമ്മാനിക്കുന്നു. ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത രണ്ട് വ്യക്തികൾ അവരെങ്ങനെ അകന്നുപോയി? എന്തൊക്കെ ചില ഈഗോകളാകാം, ചില മനസ്സിലെ തെറ്റായ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ ആകാം. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുകയും നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ ചിന്ത വരികയും ചെയ്യും. ആ വ്യക്തിക്ക് ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാകുകയും നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുകയും നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ആ വ്യക്തി തയ്യാറാകുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കറിയാൻ കഴിയും. നിങ്ങൾ ക്ലിയറായിട്ട് അത് അനുഭവിച്ചറിയുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.